സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി തുടരുകയാണ്. സമീർ, NDRF സംഘം അപ്പോൾ കോഴിക്കോട്ടെന്നും ഒരേ സമയം വയനാട്ടിൽ നിന്നും 50 അംഗ സംഘങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു എന്ന് മന്ത്രി ടി സിദ്ദീഖ് പറയുന്നു കേട്ടിരുന്നു നേരത്തെ. ആ സംഘങ്ങൾ അവിടെ എത്തിച്ചേർന്നോ? അവരും കൂടി എത്തുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടുമല്ലോ അല്ലേ? തീർച്ചയായും സൈഫു, അവർ കൂടി ഇവിടേക്ക് എത്തുന്നതോടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ള വയനാട് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ കൂടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 18 തൊഴിലാളികൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 9 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 9 പേരെ കൂടെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ആ ബസിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ കൂടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ള ഒരു തിരച്ചിലിലേക്ക് ഇപ്പോൾ ഇവിടെ കടന്നിരിക്കുന്നത്, ഈ ദുരന്ത നിവാരണ സേന കടന്നിരിക്കുന്നത്. ഈ പാലത്തിൽ നിന്നുള്ള മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റി അവിടേക്ക് ഗതാഗതം സുഗമമാക്കുക. അപ്പോൾ തന്നെ ആ മണ്ണിന്റെ അടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വളരെ വേഗത്തിൽ കണ്ടെടുക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ എത്തിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. കൂടാതെ ഉദ്യോഗസ്ഥർ നേരിട്ട് അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ്. ഇനിയും ഇപ്പോൾ ഈ ഭാഗത്ത്, ഇതിന്റെ മുൾഭാഗത്ത് ഇപ്പോൾ വലിയ രീതിയിൽ മണ്ണ് ഇളകി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, ഒരു കുത്തൊഴുക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ ആ ശേഷിക്കുന്ന മണ്ണ് കൂടി താഴേക്ക് പതിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ അവിടെയൊക്കെ കാണാം, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ ഇളകി മാറുകയും ആ മണ്ണോട് കൂടെ താഴേക്ക് പതിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിനുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പറയേണ്ടതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപകടം നടന്ന അതിന്റെ തൊട്ട് താഴ്ഭാഗത്തായിക്കൊണ്ടൊരു വീടുണ്ട്. അവിടെ 3 പേരാണ് താമസിക്കുന്നത്. പക്ഷേ അവര് വിദേശത്തായതുകൊണ്ട് മാത്രമാണ് ആ 3 പേരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ വീടിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് വലിയ രീതിയിൽ ചെളിയൊക്കെ തന്നെ കയറിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ കൂടെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്, തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇവിടെ ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും മഴ വകവയ്ക്കാതെ തന്നെയുള്ള പരിശോധനയും തിരച്ചിലും ഒക്കെ തുടരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയും മണ്ണിടിഞ്ഞു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം അതൊരു അപകട ഭീതി ഉയർത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇവിടെ ആരെങ്കിലും അതിനകത്തുണ്ട് എങ്കിൽ അവളെ വളരെ വേഗത്തിൽ കണ്ടെടുക്കുന്നതിനും ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ഏകോപനവും ഇവിടെ നടന്നിട്ടുണ്ട്. ആംബുലൻസുകളൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനുള്ള, പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ ഏറെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഏകോപനത്തോടു കൂടിയുള്ള നല്ല ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ആരും ഇതിനകത്ത് അകപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അത്തരമൊരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണവും ഇവിടെയുള്ള ജീവനക്കാരുടെ എണ്ണവും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമാകുമ്പോൾ ഇതിനകത്ത് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നത് പലപ്പോഴും ഈ പ്രവർത്തനത്തെയൊക്കെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സൈഫു.